നമുക്കൊരു സമാധാനം കിട്ടില്ല. ബസ് ഉണ്ടായിട്ട് കാര്യമില്ല, ബസ് കണക്കാക്കിയ ബസ്സാണുള്ളത്. പിന്നെ മക്കളെ ഞാൻ പോയിട്ട് ചോക്കോബാറൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ കൊണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് നമ്മളൊക്കെ എൻജോയ്മെൻ്റ് ആയി എല്ലാവരും. ഇവളന്ന് പറ്റില്ലല്ലോ അല്ലേ? ഓള് വീട്ടിൽ എത്തി, ഓള് കരയിരുത്തറേ ഏഴ് പറഞ്ഞോട് തന്നെ കുട്ടി. അപ്പം എല്ലാവരും നല്ല ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് എന്നിട്ട് നമ്മളെ എൻജോയ്മെൻറ്റ്? ഇനി ഇടയ്ക്കൊക്കെ വരുമുണ്ടോ? ഞാൻ വിളിച്ചാൽ വരണ്ടേ? നിങ്ങളെ നമ്പറൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പം മനങ്ങനാടാണ് ഓരോ വീട് കേട്ടോ. വീട്ടിൽ ഞാൻ പോണില്ല മക്കളെ. എനിക്കാണെങ്കിലോ ഞാനിപ്പോൾ ഒന്ന് കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു സമാധാനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയായിരുന്നു സംഭവം. ഷാനു തെറ്റിയ കാരണം സമാധാനം പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സമാധാനത്തിന് സന്തോഷത്തിന് കുട്ടികളും വന്നു. അപ്പോൾ പിന്നെ ഞങ്ങളെ പോവാണ്. ഓന വണ്ടി ഇച്ചറിയില്ലല്ലോ എൻ്റെ പേരൊന്നും. നമ്മളെ പിന്നെ പ്ലാമന്തോളുള്ള വണ്ടിയിലാണ് പോകണത്. വണ്ടിക്കാരൻ്റെ പേരൊന്നും ഇച്ചറിയില്ല. ഞാനങ്ങനെ എപ്പോഴേലേ വിളിച്ചിട്ടുള്ളൂ. അപ്പം അധികം നസീറിനെ വിളിക്കലില്ലായിരുന്നു. നസീർ ഇല്ല, ഞാൻ മേലെന്ന വണ്ടി വിളിക്കൽ. ഇഷ്ടപ്പെട്ടവരെ കൊടുക്കും. അപ്പം നമ്മൾ പാലൂരെത്തിയിട്ടോ. പാലൂർ കഴിഞ്ഞ് രണ്ടാമയിലെത്താറായി. മനങ്ങനാടെത്തി. കുറേ ഡപ്പറും കാടുകളും കുണ്ടുകളും മലകളും കാണാമായിരിക്കും. ടൈമൊക്കെ ശ്രദ്ധിക്കും മനെ, വണ്ടി ഓടിച്ചല്ലേ. അപ്പം സങ്കടത്തിലിരിക്കുമ്പോൾ മക്കളെ വരവുണ്ടായത് വളരെ സന്തോഷമായി. എത്താറ് എത്തി പോലും ഇറങ്ങാനായി തുടങ്ങുന്നുണ്ട്. രണ്ടാമതിലെത്തിക്കണ മക്കളെ. അപ്പം ചെമ്മീനൊക്കെ ഉണ്ടാവേ. അടുത്ത എല്ലാവരും വീടും അടുത്ത് തന്നെയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുപ്പിൻ്റെ വൈകി അടുത്തടുത്താ. അതുകൊണ്ട് പിന്നെ കള്ളന്മാരൊന്നും വരില്ലല്ലോ. നമ്മളെ വയറ്റത്ത് വന്ന പോലെ ശരിയാക്കി കൊടുക്കുമല്ലേ. കുട്ടികളെ വന്നോട് സന്തോഷമായി. ബൈ ബൈ ബൈ. ഈ പാട്ട് പാടിയാലോ? മംഗളങ്ങൾ വാരിക്കോരി ചെരിയാമിവ. ഏത് പാട്ടാ പാടുന്നത്? ആശയത്തെ പെണ്ണിനെ കണ്ടോളി, നിങ്ങളാണിതെല്ലാം കൊടുത്തോളി, അതി വെച്ചെല്ലാരും നടന്നോളി, നിങ്ങളാരെന്ത വീവി കൊണ്ടോട്ടെ, പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പമാടി കല്യാണ പെണ്ണിരാവുതിച്ചുടന്ന്, പൂക്കൾ വിരിഞ്ഞു നിൽക്കും പുഷ്പമാടി കൊച്ചിരിക്കും കല്യാണ രൂപണി പെണ്ണിലാവുതിച്ചുടർന്ന്. മലർക്കൊടിയേ നാനിന്ന് പുഴയരികിൽ പോയ വലിയ പെണ്ണിനെ കണ്ട് അവരുടെ സുന്ദരമാ കണ്ണോളെ ഉയർകൾ കണ്ടേ. തീരത്ത് സൗന്ദര്യം കാണിക്കാൻ വന്നവരാണോ സ്വപ്നക്കന്യകയാണോ? എന്താണ് ഉദ്ദേശത്തെ എന്ന് വിളിക്കും കാലത്തിരാവ് ഇന്നാണ് മാരൻ്റെ കരളിൽ കുളിരി പകരിട രാവ് ഇന്നാണ് തീരത്ത് വന്നിൻ്റെ മാരത്ത്. അപ്പം നമ്മൾ പോവാണ്.
ടാറ്റാ ബൈ 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 സീ യു. മാസലമാ ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ ഓക്കെ. ഞാൻ വല്ലപ്പോൾ ഞാൻ പെരുന്തമണക്ക് പോകാൻ വേണ്ടിയിരിക്കുക. വാലേക്കുസ്സല. അപ്പോൾ എല്ലാവരും പോവാണ്. ടാറ്റാ ബൈ സീ യു. അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ തിരിച്ചാടനെ പോവുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ ആക്കി കൊടുത്തു. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ കൂടി സേഫായിട്ട് അവിടെ എത്തി. ഓയ് ടാറ്റാ. ആ ശരി ബൈ. നാളെ പോയിക്കോളിട്ടോ. അത് പോട്ടെ. വേറെ എന്തൊക്കെയാ മക്കളെ വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പം പുലാമന്തോളിന് നമ്മളെ കുട്ടികളെ കൊടുന്നാക്കി കൊടുത്തോരാ എന്നാൽ പിന്നെ അത് സേഫായിട്ട് ഇവിടെ എത്തും. അല്ലെങ്കിൽ നമുക്ക് പേടിയാണ്. ഇപ്പം പലതും കേൾക്കണതല്ലേ, അതുകൊണ്ടാണ് പേടി. അപ്പം ഇനി നല്ല ഹാപ്പി ആയിരിക്കുകയാണ് ഞങ്ങൾ. കുട്ടികളൊക്കെ പോയി അവരെ വീട്ടിൽ സേഫായി എത്തിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ പലതും എനിക്ക് ബസ്സിൽ പോയാൽ അവിടെ എത്തിയോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവും എനിക്ക്. പോലെ സേഫായിട്ട് അവിടെ എത്തിച്ചുകൊണ്ട് എനിക്കൊരു സമാധാനത്തിൽ ഞാൻ പുലാമന്തോൾക്ക് തന്നെ പോവുകയാണ്. വെല്ലിമ്മ അവിടെ വെച്ച് കണ്ടിരുന്നു കുട്ടികൾ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തത്. സന്തോഷമായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് തിരിച്ച് പോകുമല്ലോ. അപ്പോൾ ഏതായാലും എനിക്ക് പെരുന്തൽമണ്ണക്ക് പോകും വേണമല്ലോ, പുലാമന്തോൾക്ക് പോരും വേണം. അപ്പോൾ പിന്നെ ഞാൻ ഓരോന്നാണ് തിരിച്ച് പോകുമല്ലേ, അപ്പോൾ അവിടെ പോരുകയാണ്. ഓ കാര്യം അടിച്ച് പോരണ്ട. അപ്പോൾ ഞാനും പോകുന്നു എൻ്റെ കൂടെ. എനിക്ക് പെരുന്തൽമണ്ണക്ക് പോകും വേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പോവുകയാണ്. പനങ്ങനാട് തന്നെ വളപ്പത്തേക്ക് എത്താൻ മിന്നി 3-4 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ കുളർക്കാൻ നിൽക്കുമ്പോൾ ഇവർ വെല്ലടി കേൾക്കുന്നു. കുട്ടികളാണെങ്കിൽ നല്ല ഹാപ്പിയിലുമാണ്. പഴം കൊടുന്നു, പിന്നെ ചോക്ലേറ്റ്, ഒരു മറ്റേ ബിസ്ക്കറ്റിൽ ചീസുള്ള ബിസ്ക്കറ്റ് അത് കൊടുന്നു തന്നുണ്ടോ. ചോദിക്കളാ, എന്നാൽ വെറുതെ കാലടിച്ച് പോകണ്ടല്ലോ. വെറുതെ കാലടിച്ച് പോവുമല്ലേ. അപ്പോൾ ഓരെ കയറ്റി ഓരാലും ബസ്സകത്ത് വയ്ക്കണ്ടല്ലോ. നമ്മൾ പിന്നെ അങ്ങനെ. അപ്പം 2-ാം മൈൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മനങ്ങനാട് എത്തി മക്കളെ. ആലമ്പാറൊക്കെ ഓല ആക്കണ്ട. ആലമ്പാറല്ല, മനങ്ങനാടെന്ന ഒരു കാത്തത് കൂടെ ആലമ്പാറ എത്തിട്ടോ. അപ്പോൾ ബസ്സാണെങ്കിൽ കണക്കാക്കിയ ബസ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ കൊളത്തൂർക്ക് എപ്പോഴും ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ്. അല്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇടയ്ക്ക് ഷെയർ ചെയ്യാൻ